കുവൈറ്റ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് മുങ്ങിയവർക്കെതിരെ വീണ്ടും കേസുകൾ വരികയാണ്. മലയാളികളടക്കം 806 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസുകൾ വരുന്നത്. അവർ ബാങ്കിനെ പറ്റിച്ചു എന്നതാണ് ഇപ്പോഴത്തെ വിവരം. 25 ലക്ഷം മുതൽ 2 കോടി വരെ വായ്പ എടുത്തവർ മുങ്ങി എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ബിനിലാണ് കൊച്ചിയിൽ നിന്ന് ചേർന്നത്. ബിനിൽ, ഈ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ എന്താണ്? മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വായ്പ എടുത്ത് മുങ്ങി, അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇന്ത്യക്കും കൈമാറിയിട്ടുണ്ടോ? നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള വലിയ വായ്പാ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത് കുവൈറ്റിലെ അൽ അഹ്ലിയ ബാങ്കുകാരാണ്. ആ ബാങ്കിൽ നിന്ന് ഏതാണ്ട് 270 കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അത് ഇന്ത്യൻ രൂപ വെച്ചിട്ടുള്ള മൂല്യമാണ് ഈ പറയുന്നത്. 270 കോടിയോളം രൂപയുടെ വലിയ വായ്പാ തട്ടിപ്പ് നടന്നിരിക്കുന്നു. 806 പേർക്കെതിരെയാണ് അവർ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതിൽ മലയാളികളുമുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 12 FIRകൾ വിവിധ സ്റ്റേഷനുകളിലായി ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ സംസ്ഥാന പോലീസ് മേധാവിക്ക് ആ ബാങ്ക് അധികൃതർ നേരിട്ട് പരാതി നൽകുകയായിരുന്നു. അവർ കോടതിയെയും സമീപിച്ചു. അങ്ങനെയാണ് കേരളത്തിൽ കൂടുതൽ FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ളവർ ഈ ബാങ്കുകളിൽ നിന്ന് വലിയ തുക വായ്പ എടുക്കും. നേരത്തെ പറഞ്ഞതുപോലെ 25 ലക്ഷം രൂപ മുതൽ 2 കോടി രൂപ വരെ വായ്പകൾ എടുത്തവരുണ്ട്. ആ വായ്പ ഇടയ്ക്ക് വെച്ച് അതിൻ്റെ തിരിച്ചടവ് മുടക്കി അവർ ഈ രാജ്യം വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ആ പണം തിരിച്ചു പിടിക്കുക എന്നത് ഈ ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി മാറും. ഇപ്പോൾ ഈ ബാങ്ക് അധികൃതർ കേരളത്തിലേക്ക് എത്തി, അതായത് തങ്ങളെ വായ്പ നൽകി തങ്ങളെ പറ്റിച്ച് മുങ്ങിയവരെ കണ്ടെത്താൻ വേണ്ടി ആ ബാങ്ക് അധികൃതർ കേരളത്തിലേക്ക് വരികയാണ്. അവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ 12ഓളം കേസുകൾ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളായി എടുത്തിരിക്കുന്നത്. നേരത്തെയും ഉണ്ടായിരുന്ന തട്ടിപ്പുകളിലും സമാനമായ രീതിയിൽ നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരികയൊക്കെ തന്നെ ചെയ്തിരുന്നു. ശരി, 25 ലക്ഷം രൂപ മുതൽ 2 കോടി വരെ വായ്പ എടുത്ത് മുങ്ങി എന്ന സംഭവത്തിലാണ് ഇപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. ബിനിലാണ് ആ വിവരങ്ങൾ കൊച്ചിയിൽ നൽകിയത്.